കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ അന്വേഷണം തുടരുകയാണ്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു. ഷോർട്ട് സർക്യൂട്ടോ ബാറ്ററിയുടെ പ്രശ്നമോ ആകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സമഗ്ര അന്വേഷണം നടക്കുന്നതായും വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാവുകയുള്ളൂവെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ അവർ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും. ഇത് കൂടാതെ ഇവിടെ ആ സമയത്ത് ഉണ്ടായ മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 5 മരണങ്ങളാണ്. അതിലൊന്ന് ബ്രോഡ് ഡെഡ് ആണ്. ഏതായാലും ഇത് സംബന്ധിച്ച് വിദഗ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം അന്വേഷിക്കുന്നതാണ്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ദീപക് മലയമ്മ, AK അഭിലാഷ്, മുബഷിർ P അക്ബർ എന്നിവർ. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം ദീപക് മലയമ്മയിലേക്ക് വന്നാൽ, ദീപക് മലയമ്മ, ആരോഗ്യമന്ത്രി ഇന്ന് അവിടെ എത്തി, അവലോകനം നടത്തി, അവിടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. നമ്മൾ ഇന്നലെ മുതൽ തന്നെ ഈ സീനിലുണ്ട്, അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കാണുന്നുമുണ്ട്. ആരോഗ്യമന്ത്രി ഇപ്പോൾ എത്തുന്ന ഒരു നിഗമനം എന്താണ് ദീപക്? കൃത്യമായ ആരോഗ്യമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ പരിമിതികളുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് നടന്നിരിക്കുന്നത് ഈ MRI മെഷീൻ നിൽക്കുന്ന, അതിന് സപ്പോർട്ട് ചെയ്യുന്ന UPS റൂമിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അവിടെയാണ്. അതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ കിട്ടണമെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധന അനിവാര്യമാണ്. പ്രാഥമികമായി അവർ പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ അത് ഷോർട്ട് സർക്യൂട്ട് ആകാം, അല്ലെങ്കിൽ ബാറ്ററികൾക്ക് അകത്ത് സംഭവിച്ചിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ തീ പിടിക്കുന്ന സാഹചര്യത്തിലേക്ക്, പൊട്ടിത്തെറിയിലേക്ക്, പുക പടരുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ച് സാങ്കേതികമായി അതിൻ്റെ മറ്റ് തലത്തിലേക്ക് പോകാൻ കഴിയില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കിട്ടി എന്നുള്ളത് മാത്രമാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ PWD ഇലക്ട്രിക്കൽ വിഭാഗവും ഒപ്പം തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഒക്കെ പരിശോധന നടത്തി എന്താണ് കാരണം എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തതയിലേക്ക് എത്തണമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനൊരു അപകടം ഉണ്ടാക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു ഇടപെടൽ ഉണ്ടായോ എന്നുള്ള സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഇവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് FIR ഇട്ടുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഇതിനോടകം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്ത് മറ്റ് നിഗമനങ്ങളിലേക്ക് ഇപ്പോഴെത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള അന്വേഷണവും കൂടി ഇന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. അത് മെഡിക്കൽ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ 5 മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റേണ്ട സ്ഥിതിവിശേഷം വന്നു എന്നുള്ളതാണ് ഒരു ആരോപണമായി, ആക്ഷേപമായി ഉയർന്നു വന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ പുക ശ്വസിച്ചതിനാണ് ശേഷമാണ് അത്തരത്തിൽ മരണമുണ്ടായത് എന്നുള്ളതാണ് ആക്ഷേപമായി ഉയർന്നത്. അതിനുള്ള കൃത്യതയാർന്ന ഉത്തരം കിട്ടണമെങ്കിലും കൃത്യതയാർന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വേണമെന്നുള്ളതാണ്. അങ്ങനെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതിൽ ഒരു വ്യക്തതയോടുകൂടി കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി തന്നെ വിശദീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘം, അത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സീൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ആശുപത്രികളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ആ കാര്യത്തിലും വ്യക്തത വരുത്താമെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ നേരത്തെ സുജയ് ചോദിച്ചതുപോലെ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള കൃത്യതയാർന്ന ഒരു മറുപടി ഈ ഘട്ടത്തിൽ നൽകാൻ ആരോഗ്യ വകുപ്പിനോ ഡോക്ടേഴ്സിനോ ഒന്നും തന്നെ കഴിയാത്ത പരിമിതി ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. വ്യക്തമാണ് ദീപക് മലയമ്മ സൂചിപ്പിച്ച കാര്യങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് ഗുരുതര വീഴ്ചയെന്ന ആരോപണം ഉയരുകയാണ്.